എന്താ അമ്മേ? എന്താ അമ്മേ? എന്താ? അയ്യോ, ഗോൾഡൻ ഫിഷ് ചത്തോ? ഇന്നലെ കൂടി അതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. എന്താ മുത്തശ്ശി? എന്റെ ഗോൾഡൻ ഫിഷ് ചത്തുപോയി. അയ്യോ, ഇന്നലെ ഞാനിതിന് ഫുഡ് കൊടുത്താണല്ലോ. ഇനി ഫുഡ് കൊടുത്തത് കൂടിപ്പോയോ? അങ്ങനെയൊന്നും മീൻ ചാവില്ല. അമ്മ വിഷമിക്കാതിരിക്കെ. ഇതിനെ വാങ്ങിച്ച് വളർത്തുമ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു ജീവിയായതെന്ന്. ഒന്നാമതേ ഈ അലങ്കാര മത്സ്യങ്ങളൊക്കെ അല്പായുസുകളാ. എന്നാലും ഞാൻ ഇത്ര സ്നേഹത്തോടെ വളർത്തിയതാ ഇതിനെ. പറഞ്ഞിട്ടെന്താ കാര്യം? പക്ഷികളെയും മീനുകളെയൊക്കെ വളർത്തുമ്പോൾ നമ്മൾ ഓർക്കണം, അത് ഏത് നിമിഷവും ചത്തുപോകുന്നു. ഇന്നലെ രാത്രി കൂടി അതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. പ്രൊഫസർ ബെഞ്ചമിൻ കൊഞ്ചമട എഴുതിയ അലങ്കാര മത്സ്യങ്ങളുടെ മനഃശാസ്ത്രം എന്നൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. മീനുകള് വീട്ടിൽ വരുന്നവരുടെ നെഗറ്റീവ് എനർജികൾ ഏറ്റെടുക്കുന്നവരാണെന്നേ ആ പുസ്തകത്തിലുണ്ട്. നെഗറ്റീവ് എനർജി ഏറ്റുവാങ്ങിയാലേ അപ്പൊ ആ മീനുകൾ ചത്തുപോകും. ആ, മാള് പറഞ്ഞത് സത്യം. മീനുകളെ പറ്റി ഇങ്ങനൊരു വസ്തുത ഞാനും കേട്ടിട്ടുണ്ട്. വീട്ടിൽ ആർക്കെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോ, അപ്പൊ അത് ഏറ്റെടുത്ത് മീനുകളൊക്കെ ചാവും. മീനുകളുടെ മനഃശാസ്ത്രം എഴുതിയ ആ എഴുത്തുകാരന്റെ പേരെന്താന്നാ പറഞ്ഞത്? പ്രൊഫസർ ബെഞ്ചമിൻ കൊഞ്ചമട. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ? എന്തിനാ? അയാളെ കണ്ടുപിടിച്ചിട്ട് തല്ലിക്കൊല്ലാനായിരുന്നു. അയാളുടെ ഒരു മനഃശാസ്ത്രം. നിനക്ക് അലങ്കാര മത്സ്യങ്ങളെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. മീനുകള് നെഗറ്റീവ് എനർജി ഏറ്റെടുത്ത് ചാകുന്നവരെ. അതിനിവിടെ എന്ത് നെഗറ്റീവ് എനർജിയാ ഉള്ളത്? അത് മനസ്സിലാവുന്നില്ലല്ലോ. അല്ല, പുതുതായി ഇവിടെ ചിലരൊക്കെ കേറി വന്നിട്ടില്ലേ? അവർക്ക് നെഗറ്റീവ് എനർജി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അത് തെളിയിക്കാനും പറ്റില്ലല്ലോ. അമ്മായി എന്നെ കുറിച്ചാണല്ലോ ഈ പറയുന്നത്. അയ്യോ, ഞാൻ പേരെടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. പേരെടുത്ത് പറയുന്നത് എന്തിനാ? പുതിയതായി ഈ വീട്ടിലേക്ക് കയറി വന്നത് ഞാനല്ലേ. ശരിയല്ലേ മീനാക്ഷി പറഞ്ഞത്? ഇവളല്ലേ ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ളത്? എന്താ മിണ്ടാത്തത്? അമ്മയുടെ മനസ്സിലുള്ള അഴുക്ക് മുഴുവൻ ആ നാവിലൂടെ മോശപ്പെട്ട വാക്കുകളായിട്ട് പുറത്തേക്ക് വരിക. മാലതി ഒരു സത്യം പറഞ്ഞു. ആ സത്യം ഞാനങ്ങ് ശരിവെച്ചു, അത്ര തന്നെ. എന്ത് സത്യം? അമ്മ ഈ അപവാദം പറച്ചില് അവസാനിപ്പിക്കണം. അല്ലെങ്കിലേ ഞാൻ വല്ല ട്രാൻസ്ഫറും വാങ്ങി ഈ നാട്ടിൽ നിന്ന് പോവും. ചേച്ചി, ഞാൻ മീനാക്ഷിയുടെ പേര് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടില്ല. മീനുകൾ മരിക്കാനുള്ള കാരണങ്ങൾ പലതുണ്ട്. അതിലൊരെണ്ണം ഞാൻ പറഞ്ഞേ ഉള്ളൂ. അത് നെഗറ്റീവ് എനർജി തന്നെയാ. അത് വ്യക്തമായിട്ട് എനിക്കറിയാം. അമ്മായിക്കും ഈ ഇളയമ്മയ്ക്കും വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് എനിക്ക് വളരെ മുൻപേ മനസ്സിലായതാ.
വിഷമിക്കാതെ മോളെ, അതൊന്നും സാരല്ല. അതെ, ഇവിടെ ചില ആളുകള് ഫുൾ നെഗറ്റീവാ. അവരുടെ മനസ്സിലേക്കേ സാക്ഷാൽ ദൈവം വിചാരിച്ച പോലും വെളിച്ചം കടത്തിവിടാൻ പറ്റില്ല. ആർക്കാ അമ്മ ഭക്ഷണം? മൈഥിലിക്കാ. ആ, എന്നാ ഇങ്ങ് കൊണ്ടുവാ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അമ്മ ഇനി സ്റ്റെപ്പൊന്നും കയറി പോണ്ട. ഇതാരാ? വൈശാഖോ? ഹലോ, എന്താ വൈശാഖേ? ഹലോ. ആ പറയ്. ഹലോ. ഹലോ ഹലോ. എന്താ കേക്കുന്നില്ലേ? ഹലോ. 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 ഹലോ വൈശാഖേ. സോറി മീനാക്ഷി, ഞാനേ എൻ്റെ ഒരു മറ്റൊരു ഫ്രണ്ടിനെ വിളിച്ചതാ, മനുവിനെ. പേര് മാറിപ്പോയതാ. ഓ ശരി, ആയിക്കോട്ടെ. ശരി. ഇത് വലിയ ശല്യമായല്ലോ. ഇന്ന് മീനാക്ഷിയാണോ? അതെന്താ, ഞാൻ ഫുഡ് കൊണ്ടൊന്നും കഴിക്കില്ലേ? അയ്യോ, അങ്ങനെയല്ല. സാധാരണ ദേവമ്മയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മ വരാൻ ഒരുങ്ങിയതാ, അപ്പോ ഞാൻ എടുത്തോണ്ടെങ്കി പോന്നു. കഴിക്കേ. ഇന്ന് എനിക്ക് ഈ ഫുഡൊന്നും വേണ്ട, ഞാൻ പാല് കുടിച്ചോളാം. ഏയ്, അതൊന്നും പറഞ്ഞ പറ്റില്ല. കുട്ടിക്കും കുട്ടിയുടെ അമ്മയ്ക്കും ആരോഗ്യം വേണമെങ്കിലേ ഫുഡ് കഴിക്കണം. ഞാൻ ഇന്ന് പാലേ കുടിക്കൂ, ഒട്ടും വിശപ്പില്ല. വിശപ്പ് വരുമ്പോ കഴിച്ചാ മതി. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
അമ്മേ. അയ്യോ. അമ്മേ. എന്താ എന്ത് പറ്റി? എന്താ മൈഥിലി? അയ്യോ, സഹിക്കാൻ പറ്റാത്ത വയറുവേദന കാർത്തിക്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മൈഥിലി 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 എന്താ എന്താ പറ്റിയ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാർത്തിക്. വയറുവേദനിക്കുവാ. അയ്യോ. അമ്മേ. അമ്മേ. മൈഥിലി വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാ, എനിക്ക് സഹിക്കാൻ വയ്യ കാർത്തിക്. ഹോസ്പിറ്റലിൽ പോവാം വാ. അമ്മേ. അയ്യോ, എന്റെ വയറ്. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തേക്ക്. ശരി ഡോക്ടർ. സാർ വരൂ. ഇരിക്കൂ. തൽക്കാലം കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു ആപത്തുമില്ല. സുഖമായിരിക്കുന്നു. താങ്ക് യു ഡോക്ടർ. കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചത് നന്നായി. അല്പം കഴിഞ്ഞിരുന്നെങ്കിൽ ഇതാവില്ലായിരുന്നു അവസ്ഥ. രണ്ടുപേരുടെയും ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ. ഗർഭിണികളായ സ്ത്രീകളുടെ ഭക്ഷണവും പരിചരണവും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ആപത്തുകൾ വന്നേക്കാം. ഇനി ശ്രദ്ധിക്കാം ഡോക്ടർ. പേഷ്യന്റ് ഇപ്പോ ഒബ്സർവേഷനിലാണ്. ഒരു 5 മണിയോടുകൂടി വീട്ടിലേക്ക് കൊണ്ടുപോവാം. ശരി ഡോക്ടർ. ഇദ്ദേഹം സാറിന്റെ ആരാണ്? എൻ്റെ ഒരു ബന്ധുവാണ്. ഒന്ന് പുറത്തേക്ക് നിൽക്കാവോ? ശരി ഡോക്ടർ. ഓക്കെ. അയാളെ ഞാൻ പുറത്തേക്ക് വിട്ടത് എന്റെ ചില സംശയങ്ങൾ സാറിനോട് മാത്രമേ പറയാനാണ്. പറയൂ ഡോക്ടർ. ഫുഡ് പോയ്സൺ എന്ന് ആദ്യമേ തോന്നിയതാണ്. നിങ്ങൾ വന്നപ്പോൾ തന്നെ ചില ടെസ്റ്റുകൾ നടത്തിയായിരുന്നു. ഞാൻ തന്നെ വല്ലാതെ കൺഫ്യൂസ്ഡായി. കാരണം ഇത് സാധാരണ ഫുഡ് പോയ്സൺ അല്ല. വേറെ ഏതോ ഒരു പോയ്സൺ മൈഥിലിയുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. ആ പോയ്സൺ ഭക്ഷണത്തിലൂടെയാണ് അകത്തേക്ക് ചെന്നിട്ടുള്ളത്. മരണത്തിലേക്ക് എത്തേണ്ട കാര്യമായതുകൊണ്ട് അതെങ്ങനെയാ ഉള്ളിൽ ചെന്നതെന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഭക്ഷണത്തിലൂടെയാണോ ഡോക്ടർ ഈ പോയ്സൺ അകത്ത് നിന്നിട്ടുള്ളത്? അതെ, അതിന് സംശയം വേണ്ട. ഞാൻ ഒരു മരുന്നുകൂടി കുറിച്ച് തരാം. വീട്ടിൽ ചെന്നിട്ട് കഴിക്കണം. ആ ശരി. താങ്ക് യു ഡോക്ടർ. കപ്പലിൽ തന്നെ കള്ളൻ എന്ന് പറയുന്നത് പോലെയാ ഇവിടുത്തെ സ്ഥിതി. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും എല്ലാരെയും ഞെട്ടിക്കുന്നു. എന്താ മോനെ കാര്യം? അതെന്തായാലും നീ തുറന്നു പറ.
നീ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ. എന്തെങ്കിലും തക്കതായ കാര്യമില്ലാതെ നീ സംസാരിക്കുകയില്ല. നീ കാര്യം തുറന്നു പറ കാർത്തി. അമ്മേ, മൈഥിലിയുടെ വയറ്റിൽ പോയിസൺ ചെന്നിട്ടുണ്ട്. അത് സാധാരണ ഫുഡ് പോയിസൺ അല്ല, പോയിസൺ തന്നെയാണെന്ന് ഡോക്ടർ പറഞ്ഞത്. മൈഥിലി, സത്യത്തിൽ നീ ഇന്നലെ എന്താ കഴിച്ചത്? അത് കാർത്തി, എന്താ കഴിച്ചതെന്ന് തുറന്ന് പറ മൈഥിലി. ഇന്നലെ ഭക്ഷണം എനിക്ക് വേണമെന്ന് തോന്നിയില്ല, അതുകൊണ്ട് പാല് മാത്രമാണ് ഞാൻ കുടിച്ചത്. അതിന് ഇന്നലെ രാത്രി പാല് തന്നില്ലല്ലോ. പാല് തന്നെയാണ് ഞാൻ കുടിച്ചത്. അതെങ്ങനെ വന്നു? മീനാക്ഷി എനിക്ക് പാല് കൊണ്ട് തന്നത്. ആ ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ പാലും ഉണ്ടായിരുന്നു. മീനാക്ഷി, കഴിക്ക്. ഇന്ന് എനിക്ക് ഈ ഫുഡൊന്നും വേണ്ട, ഞാൻ പാല് കുടിച്ചോളാം. ഏയ്, അതൊന്നും പറഞ്ഞ പറ്റില്ല. കുട്ടിക്കും കുട്ടിയുടെ അമ്മയ്ക്കും ആരോഗ്യം വേണമെങ്കിലേ ഫുഡ് കഴിക്കണം. ഞാൻ ഇന്ന് പാലേ കുടിക്കൂ, ഒട്ടും വിശപ്പില്ല. ഇനി മീനാക്ഷി പറയും, ദേവമ്മ മൈഥിലിക്ക് പാല് തന്നു വിട്ടില്ല എന്ന് പറയുന്നു. മൈഥിലി പാല് കുടിച്ചു എന്നും പറയുന്നു. ഏതാ സത്യം? മീനാക്ഷി മൈഥിലിക്ക് കൊണ്ടുവന്ന് കൊടുത്ത ഭക്ഷണത്തിൽ പാലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, ആ പാത്രത്തിൽ പാലുണ്ടായിരുന്നു. മൈഥിലി ചേച്ചി പാല് മാത്രം കുടിച്ചത്. ഇതെന്ത് മറിമായം? നന്ദിനി കൊടുത്തുവിട്ട ഭക്ഷണപാത്രത്തിൽ പാലില്ലായിരുന്നു എന്ന് പറയുന്നു. മീനാക്ഷി കൊണ്ടുവന്ന് കൊടുത്തപ്പോ അതിൽ പാൽപാത്രം ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്തൊരു അത്ഭുതം! ഇതൊക്കെ അത്ഭുതമൊന്നുമല്ലേ, ഇതിന്റെ പേരാ കൊലപാതക ശ്രമം. എന്റെ മരുമകളെ വരെ കൊല്ലാൻ ഇതിനകത്ത് പദ്ധതി ഇടുന്നുണ്ടെന്ന് രത്നചുരുക്കം. സാവിത്രി, കാര്യങ്ങൾ വ്യക്തമായും സത്യമായും അറിയുന്നവരെ ആവശ്യമില്ലാത്ത സംസാരം വേണ്ട. ഇത് ആവശ്യമുള്ള സംസാരം തന്നെ. നന്ദിനി കൊടുത്തയക്കാത്ത പാല് മീനാക്ഷി എന്തിനു കൊണ്ടുപോയി കൊടുത്തുവെന്നും എങ്ങനെ കൊടുത്തുവെന്നും എനിക്കിപ്പോ അറിയണം. ഇവിടെ വെച്ച് പറയണം. എന്റെ മകന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയില്ലേ? നിന്നെ ഞാൻ കൊല്ലൂടി. അമ്മേ, ഇവളെ ഞാൻ വെറുതെ വിടില്ല, കൊല്ലും ഞാൻ ഇവളെ. അമ്മേ, അരുത്. വെറും സംശയത്തിന്റെ പേരിൽ ഇവളെ ക്രൂശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾ ഇത്ര ഹീനമായ പ്രവൃത്തികളൊന്നും ചെയ്യില്ല. നന്ദിനി പറഞ്ഞത് 100% ശരിയാ. മീനാക്ഷി ഇത്തരം ക്രൂര പ്രവൃത്തികളൊന്നും ചെയ്യില്ലടി. മൈഥിലിയുടെ വയറ്റിൽ ജനിക്കാനിരിക്കുന്ന പിഞ്ചു കുഞ്ഞിനെ കൊന്നിട്ട് മീനാക്ഷിക്ക് എന്ത് നേടാനാ? മീനാക്ഷി ഇത് ചെയ്യില്ലെന്ന് ഉറപ്പായിട്ടും എനിക്കറിയാം. എനിക്കും അറിയാം. മീനാക്ഷി സംശയിക്കുന്ന 2 പേരെ ഈ ചെമ്മകമംഗലത്തുള്ളൂ. അത് ദാ നിൽക്കുന്ന സാവിത്രി മാലതിയുമാ. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ഭാവമായി ഇവർക്ക്. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്. ക്രിമിനൽ കുറ്റം ആര് ചെയ്താലും അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. മീനാക്ഷി ഒന്ന് ഓർത്തു നോക്കി. ഈ ഭക്ഷണമായിട്ട് പോയപ്പോ എന്തൊക്കെ നടന്നുവെന്ന് ഒന്ന് ഓർത്തു നോക്കി.
ഭക്ഷണവുമായി ഞാൻ പോയപ്പോ എനിക്കൊരു കോള് വന്നു. ആ ഭക്ഷണം ഇവിടെ വെച്ചിട്ട് ഞാൻ മാറി നിന്ന് ഫോണിൽ സംസാരിച്ചു. ആരാ നിന്നെ ഫോണിൽ വിളിച്ചത്? ദേ ഇവൻ, ഈ വൈശാഖ്.